ഇപ്പോൾ നമ്മളോടൊപ്പം ഡോക്ടർ അനൂപ് കുമാർ കൂടി ചേരുകയാണ്. ഈ കാര്യങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിക്കും. ഡോക്ടർ, നിപ വീണ്ടും ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നു സംസ്ഥാനത്ത്. ആദ്യം റിപ്പോർട്ട് ചെയ്ത അവസ്ഥയിൽ നിന്നും കേരളത്തിന് അതിനെ പിടിച്ചുകെട്ടാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നിലവിൽ മാറിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. പക്ഷേ ഒരു കാലയളവിൽ അത് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നിലവിൽ നിപ സ്ഥിരീകരിച്ചിട്ടുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില അത് അല്പം ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നതിനിടയിലാണല്ലോ ഡോക്ടർ ഈ മരുന്നുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. നിലവിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് മനസ്സിലാകുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് അബുദാബിയിൽ നിന്നും എത്തിക്കും എന്ന് പറയുന്ന ആ മരുന്ന് അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നിലവിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിലടക്കം? ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നിപ്പ വൈറസ് രോഗത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു ആൻറ്റി വൈറസ് മരുന്ന് ഇല്ല എന്നുള്ളതാണ്. ചില മരുന്നുകളൊക്കെ തന്നെ ഈ മൃഗങ്ങളിൽ നടത്തിയ ചില പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനുഷ്യരിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ മനുഷ്യരിൽ അത് കൃത്യമായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടില്ല. 3 മരുന്നുകളാണ് നമ്മൾ സാധാരണ നിപ്പ ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. 2 ആൻറ്റിവൈറൽ മരുന്നുകൾ, അതിനകത്ത് ഒന്ന് റിബാവൈറിൻ എന്ന് പറയും, പിന്നീട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന റെംഡെസിവിർ, പിന്നീട് മോണോക്ലോണൽ ആൻറ്റിബോഡി. ഈ 3 മരുന്നുകളും ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രോഗത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യം നമ്മുടെ ശരീരത്തിൽ വൈറസിൻ്റെ അളവ് കൂടുമ്പോഴുണ്ടാവുന്ന അവസ്ഥ, നമ്മളതിനെ വൈറീമിക് ഫേസ് എന്ന് പറയും. അതിനുശേഷം ഈ വൈറസിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞതിന് ശേഷം പിന്നീട് ഈ ശരീരത്തിൽ തന്നെ ഒരു പ്രതിപ്രവർത്തനം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. നമ്മളതിനെ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ ആൻറ്റിവൈറൽ മരുന്നുകളാണെങ്കിലും ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി ആണെങ്കിലും ഈ രോഗത്തിൻ്റെ തുടക്കത്തിലുള്ള അവസ്ഥയിൽ മരുന്ന് ഉപയോഗിച്ചാലേ കൃത്യമായ രീതിയിലുള്ള ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. ഈ ഇപ്പോൾ ചികിത്സയിലിരിക്കുന്ന രോഗിയുടെ കാര്യത്തിൽ 10-ാം തീയതി കഴിഞ്ഞ മാസം ഏകദേശം 30-ാം തീയതിയാണ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ട് രോഗലക്ഷണങ്ങൾ വരുന്നത്. ഇപ്പോൾ ഏകദേശം അതൊരു 10-12 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിനെപ്പറ്റി ആൻറ്റിവൈറൽ മരുന്നുകളെ പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. രണ്ടാമത് ഈ റെംഡെസിവിർ എന്ന് പറയുന്ന മരുന്ന് ഇപ്പോൾ അത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ല. കാരണം നമ്മളത് 2018-ലും അതിനുശേഷം 2019-ലും ഒക്കെ കേരളത്തിൽ നിപ്പ വന്ന സമയത്ത് റെംഡെസിവിർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആ സമയത്ത് ഇന്ത്യയിൽ റെംഡെസിവിർ ലഭ്യമായിരുന്നില്ല. പിന്നീട് കോവിഡ് കാലത്താണ് റെംഡെസിവിർ വളരെയധികം ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നീട് നമുക്കറിയുന്ന പോലെ തന്നെ ഇവിടെ ഈ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പല കമ്പനികളും മുമ്പേ ഉൽപ്പാദിപ്പിച്ചിരുന്ന പല കമ്പനികളും തന്നെ ഈ മരുന്നിൻ്റെ പ്രൊഡക്ഷൻ മുഴുവനായിട്ട് നിർത്തിവെക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മരുന്ന് ഇന്ത്യയിൽ ലഭ്യമല്ല. നമുക്ക് ആവശ്യമാണെങ്കിൽ തന്നെ പുറത്തുനിന്ന് ഈ മരുന്ന് വരുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് എബോള ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആൻറ്റിവൈറൽ മരുന്ന്, കാരണം എബോളയിലും ഇതേ റെംഡെസിവിറിൻ്റെ അതേ മരുന്നുകളാണ്, റെംഡെസിവിർ എന്ന മരുന്നാണ് നമ്മൾ എബോളയിലും ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത്. എബോളയിൽ ഉപയോഗിക്കുന്ന അതേ ഡോസാണ് നമ്മൾ നിപ്പയിലും ഈ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെംഡെസിവിർ എന്ന മരുന്ന് ഇപ്പോൾ ഇല്ലാത്തത് ഒരു വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഏതെങ്കിലും രോഗികൾ വരികയാണെങ്കിൽ നമുക്ക് രോഗം വളരെ തുടക്കത്തിലേ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.